എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമയ്ക്ക് മൂന്നാം ഭാഗം ഉണ്ടാവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. 28-ന് സിനിമ പോയി കണ്ടിട്ട് ആനയാണ് ചക്കയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ ഏറി കയറ്റല്. ഹായ് ഹലോ. അപ്പോൾ നമുക്കൊരു 1000 വർഷം പിറകിലേക്ക് തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് പോകാൻ നേരത്ത് ചോള രാജാക്കന്മാരുടെ ഒരു കാലഘട്ടം കാണാൻ പറ്റും, ചോള രാജവംശം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കൽക്കി കൃഷ്ണമൂർത്തിയുടെ എഴുത്തുകളിൽ ഉരുത്തിരിഞ്ഞ തമിഴകത്തെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊന്നിയിൻ സെൽവനെ നോവലിനെ ആസ്പദമാക്കിയിട്ട് മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. അപ്പോൾ പൊന്നിയിൻ സെൽവൻ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഇറക്കി ഇൻട്രസ്റ്റിൽ ഹിറ്റൊക്കെ അടിച്ച് ഒരുപാട് കളക്ഷൻസ് ഒക്കെ നേടിയ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രെയിലർ നോക്കാം. നമുക്ക് മലയാളം ട്രെയിലർ നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കാർത്തികയാണ്. വന്ധ്യദേവൻ എന്ന കഥാപാത്രമാണ് കാർത്തികനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. കാർത്തിയുടെ ഈ കഥാപാത്രമാണ് ഈ സിനിമയിലും ഫുൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഈ കഥ കടന്നു പോകുന്നതേ കാർത്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് കാർത്തികേത്. ഇപ്പോൾ ട്രെയിലർ ഒരു രക്ഷയില്ല, അടിപൊളി ട്രെയിലർ. അതുപോലെ വിഷ്വൽ ആയാലും കളർ ഗ്രേഡിംഗ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും VFX ആയാലും ഇതെല്ലാം ഫസ്റ്റ് പാർട്ടിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഐറ്റം തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ശക്തമായ ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഇപ്പം വിക്രം ആദിത്യ കരികാരൻ, കാർത്തി വന്ധ്യദേവൻ, ജയൻ രവി അരുൾമൊഴി, തൃഷ കുന്തവൈ, ഐശ്വര്യ നന്ദിനി, പ്രകാശ് രാജ് സുന്ദര ചോളൻ, ശരത് കുമാർ പഴുവേട്ടർ, റഹ്മാൻ മധുരാന്തകൻ, അങ്ങനെ ഓരോരുത്തർക്കും ശക്തമായ ആഴത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമയ്ക്ക് മൂന്നാം ഭാഗം ഉണ്ടാവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ചാൻസ് മാത്രമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു പക്ഷേ സ്പോയിലർ ആണോ എന്ന് ചോദിച്ചാൽ സ്പോയിലർ ആണ്, സ്പോയിലർ അല്ല എന്ന് ചോദിച്ചാൽ സ്പോയിലർ അല്ല. അതെന്ന് വെച്ചാൽ പൊന്നിയിൻ സെൽവൻ നോവൽ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് സ്പോയിലർ അല്ല, അല്ലാത്ത കഥ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഇത് സ്പോയിലർ ആണ്. അപ്പം സ്പോയിലർ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും വിക്രം അവതരിപ്പിച്ചിരിക്കുന്ന ആദിത്യ കരികാലൻ എന്ന് പറയുന്ന കഥാപാത്രം കൊല്ലപ്പെടും. അപ്പൊ യഥാർത്ഥ നോവലില് ആദിത്യ കരികാലനെ കൊല്ലുന്നത് ആരാണ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അത് ഒരു ചുരുളഴിയാത്ത രഹസ്യമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ കുറച്ചു പേര് പറയുന്നുണ്ട് ഇന്ന ആളാണ് കൊന്നത്, ഇന്ന 4 പേരാണ് കൊന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒന്നെങ്കിൽ സിനിമയെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ചിട്ട് ഇന്ന ആളായിരിക്കാം കൊന്നത് എന്ന് കാണിച്ച് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് സിനിമ അവസാനിപ്പിക്കും. കാരണം ട്രെയിലർ ഒരു 3 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിനിമ ഒരു 2.25 മണിക്കൂർ 3 മണിക്കൂർ അടുപ്പിച്ചാണെങ്കിൽ അവരങ്ങനെ തീർക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അതുമല്ലെങ്കിൽ ആദ്യത്തെ കരികാലനെ കൊന്നത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിപ്പിക്കും. അതുമല്ലെങ്കിൽ കരികാലനെ കൊന്ന് അവിടെ വെച്ച് നിർത്തിയിട്ട് ആരാണ് കരികാലനെ കൊന്നത്, കരികാലനെ കൊന്നതിന് ശേഷം ചോള രാജവംശത്തിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാം ഭാഗം വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് മാത്രമാണ്, ജസ്റ്റ് പോസിബിലിറ്റി. ഇനി ഏപ്രിൽ 28-ന് സിനിമ പോയി കണ്ടിട്ടോ നീയല്ലടാ പറഞ്ഞത് സിനിമയ്ക്ക് മൂന്നാം ഭാഗം കൊണ്ട് ആനയാണ് ചക്കയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ ഏറി കയറ്റല്. ഞാൻ ജസ്റ്റ് പോസിബിലിറ്റി മാത്രമാണ് പറഞ്ഞത്. കാരണം പൊന്നിയിൻ സെൽവൻ നോവൽ വായിച്ച് നോക്കുമ്പം ഒരുപാടുണ്ട്. അതായത് നമ്മൾ വായിച്ച് പോകുമ്പോഴാണ് അതിന്റെ ആഴങ്ങളിലേക്ക് എത്തുന്നത്. ആദിത്യ കരികാലന്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു, ചോള രാജവംശം പിന്നീട് എങ്ങനെയായി, അരുൾമൊഴി എപ്പോ രാജാവായി, കരികാലനെ കൊന്ന 4 പേര് ആരൊക്കെ, ഇതൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ആഴത്ത് കിടക്കുന്ന നോവലാണ്. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ആദ്യത്തെ കരികാലനെ കൊന്ന 4 പേര് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്താൽ ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്താലേ എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാനൊരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു.